ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു സൂപ്പാണ്. ബ്രൊക്കോളി വെച്ചിട്ടാണ് ഞാൻ ഈ സൂപ്പ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. ബ്രൊക്കോളിയിൽ ധാരാളം വൈറ്റമിൻസും കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കും. ഒരു മീഡിയം സൈസ് ബ്രൊക്കോളിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാല്, ഒരു 4 വെളുത്തുള്ളി വേണം. ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കേണ്ടി വരും. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2.5 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം, ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത്. സൂപ്പ് ഉണ്ടാക്കാനായി പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂണാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ളത്, അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി വെളുത്തുള്ളി ബട്ടറിൽ നന്നായി ഫ്രൈ ആയി വരണം, അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കുറവായതുകൊണ്ട് 1 ടീസ്പൂൺ കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയും ബട്ടറും എല്ലാം നന്നായി മിക്സ് ആക്കി കൊടുക്കുക. സവാള ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം ബ്രൊക്കോളി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ബ്രൊക്കോളി ഞാൻ 1 മണിക്കൂറോളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തതിന് ശേഷം സ്ലൈസാക്കി എടുത്തിട്ടുള്ളതാണിത്. അതിലെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ബ്രൊക്കോളി ഒന്ന് വാടി വരണം, അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ബ്രൊക്കോളി നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ബ്രൊക്കോളി ഈ പാലിൽ നന്നായി വെന്ത് വരണം. അതിനുവേണ്ടി കുറച്ച് നേരം പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബ്രൊക്കോളി എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇനി വീണ്ടും പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം മൈദയും ബട്ടറും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദ ബട്ടറിൽ നന്നായി മിക്സ് ആവണം, അതിൻ്റെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറണം. റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിയതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ് പാൽ നേരത്തെ ബ്രൊക്കോളി വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാലിൽ ബ്രൊക്കോളി നന്നായി കുറുകി വരണം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പാല് നന്നായി കുറുകി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് സൂപ്പിന് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ചെറിയ ചൂടോടെ കഴിക്കണം. എല്ലാ സൂപ്പും ചെറിയ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thank you.